ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. പിന്നെ എല്ലാവരും സേഫായിരിക്കുന്നല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം തലശ്ശേരി ബിരിയാണിയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമല്ലേ. ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിവിടെ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാൻ ഇതുപോലെ 2 ഗ്ലാസ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര ആളാണെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് എടുത്താലും മതി കേട്ടോ. പക്ഷേ നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് അരിയെടുത്തിന് അതിന് കണക്കായിട്ട് ഒരു 3.5 ഗ്ലാസ്സോളം വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള മസാല ഗ്രാമ്പൂ, പട്ട, പിന്നെ പട്ടയില, കുറച്ച് പെരിഞ്ജീരകം ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ വെള്ളം തിളച്ചതിന് ശേഷം ഉപ്പ് ഇട്ട് നമ്മൾ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെമണും കൂടി ഒഴിച്ച് കൊടുക്കണം. ലെമൺ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസെല്ലാം ഒന്ന് നല്ല ഉതിരിയ കിട്ടും കേട്ടോ. ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരിയൊന്ന് കഴുകി വെച്ച അരിയൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. വേഗത്തിൽ തന്നെ വെന്ത് കിട്ടും. ഇപ്പം കുറച്ച് നേരം കഴിഞ്ഞ് കേട്ടോ, നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മേലെ കുറച്ച് ഗീ കൂടി ചേർത്ത് തിരിച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യണം. നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കണം. ഫസ്റ്റ് ചിക്കൻ നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി പൂണ്ട് പേസ്റ്റ്, അത് 1 ടീസ്പൂൺ ഫുള്ളാக ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കുക. ആ ചിക്കനിൽ നല്ലോണം ആ മസാലയെല്ലാം ഒന്ന് പിടിക്കണം. തലശ്ശേരിയിലെ ബിരിയാണി കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തലശ്ശേരി പോയിട്ട് തന്നെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ നമ്മുടെ തലശ്ശേരി ബിരിയാണി. അതും തലശ്ശേരിയിലെ പാരീസ് ഹോട്ടലിൽ പോയിട്ട് തന്നെ കഴിച്ച് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതിപ്പോൾ 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു കടായി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ബിരിയാണിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ മസാലയാക്കി ചിക്കൻ എടുക്കാൻ ഫ്രൈ ചെയ്യാണ്ടും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനൊന്ന് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക്. ഇത് ഒരു സൈഡായതിനു ശേഷം 2 സൈഡും മറിച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അധികം കരിച്ചെടുക്കറും കേട്ടോ. 2 സൈഡൊന്ന് ഫ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ഇതേ ഓയിലിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിയും എല്ലാം വാട്ടിയെടുക്കേണ്ടത്. വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട. ഇനി ഇതിലേക്ക് ഒരു വലിയ 2 സവാള ഇതുപോലെ നേർങ്ങനെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ഇതുപോലെ പേസ്റ്റാക്കിയതും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 2 പച്ചമുളക് ഇതുപോലെ ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. എത്ര എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ തലശ്ശേരി ബിരിയാണി അത്ര വലിയ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയാണിത്.
അതുപോലെ ഒരു 3 തക്കാളിയോളം ചേർത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. ഇതെല്ലാം ചേർത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ ഈ മസാലയ്ക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ് കേട്ടോ, അതുകൊണ്ട് ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പുതിനയുടെ സ്മെല്ല് ഇഷ്ടമില്ലാതെ കൂട്ടാണെങ്കിൽ ചേർക്കേണ്ട കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്നവരെ ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. അധികം മസാലയൊന്നും ചേർക്കണ്ട. നമ്മൾ റൈസ് വേവിക്കുമ്പോൾ തന്നെ പട്ടയും ഗ്രാമ്പും ഇതെല്ലാം ചേർത്തുകൊണ്ട് നല്ല മണമുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമുക്ക് ദം ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു വലിയ പാത്രം എടുത്തതിന് ശേഷം ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം 2 ലെയറായിട്ടൊന്നും ചിക്കൻ ഇട്ട് കൊടുക്കുന്നില്ല, 1 ലെയറാക്കിയിട്ട് തന്നെ ഇടുന്നുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ജീരകശാല അരി വേവിച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഇതുപോലെ ക്യാരറ്റ് കുറച്ച് ചീവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ടെങ്കിൽ ചേർക്കണം. അതുപോലെ കുറച്ച് പുതിനയും മല്ലിയിലയും തൂവി കൊടുക്കുക. അതിന് ശേഷം ഓണിയൻ ഇതുപോലെ ഫ്രൈ ചെയ്തത്, കാഷ്യൂനട്ടും മുന്തിരി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, എല്ലാവർക്കും അറിയാമായിരിക്കും ഓണിയനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ കുറച്ച് ഗീ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ തിരിച്ചും ഞാൻ റൈസ് ചേർത്ത് ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ മേലെ ക്യാരറ്റും മല്ലിയിലയും ഫ്രൈ ചെയ്ത ഉള്ളിയൊക്കെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി, അതുകൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ കുറച്ച് നേരം നമുക്കിത് വെക്കാം. അങ്ങനെ നമ്മുടെ തലശ്ശേരിയുടെ സ്വന്തം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു വേറൊരു സെയിം പ്ലേറ്റിലേക്ക് മാറ്റാം. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇഷ്ടമായ നിങ്ങളുടെ കമൻസ് അറിയിക്കണം. അതുപോലെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. മേലെ വെച്ച് ഒരു ഗാർണിഷും കൂടി കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഒരു റൈത്തയും കൂടി, ഉള്ളിയും തൈരും നമ്മുടെ ക്യാരറ്റൊക്കെ ഇട്ട റൈത്ത ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി.